നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. ഇടശ്ശേരി തറവാട്ടിലെ ഗ്രഹനാഥനായിരുന്നു മാത്യു എന്ന ഞാൻ. എനിക്കിപ്പോൾ 70-നോടടുത്ത് പ്രായമുണ്ട്. കെട്ടിയോൾ അന്നമ്മ. അവൾക്ക് ഒരു 65 വയസ്സ് പ്രായം കാണും. പക്ഷേ അവളുടെ ശരീരത്തിന്റെ അവശത കണ്ടാൽ ഒരു 90 വയസ്സ് പറയും. 2 മക്കൾ, മൂത്തതൊരു പെണ്ണും ഇളയതൊരാണും. മൂത്തവൾ വിവാഹമെല്ലാം കഴിഞ്ഞ് മരുമകനുമായി അമേരിക്കയിലാണ്. അവർക്ക് 2 കുട്ടികൾ. മകന്റെ വിവാഹം ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അവന് വയസ്സ് 10-38 അവൻ എന്റെ കൂടെ വീട്ടിലെ കൃഷിപ്പണികളൊക്കെ നോക്കി നടക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആളൊരു മണാഗുണാഞ്ചനാണ്. അവന്റെ പേര് റോയി. അങ്ങനെ ഇരിക്കെ ഒരു ബ്രോക്കർ വശം അവനൊരു കല്യാണാലോചന വന്നു. അവനും ഒരു കൂട്ടുകാരനും കൂടി പോയി പെണ്ണിനെ കണ്ടു. എങ്ങനുണ്ടടാ പെണ്ണ്? ഞാൻ ചോദിച്ചു. ആ, കുഴപ്പമില്ല അപ്പച്ച. ഇനി അപ്പച്ചൻ പോയെന്ന് കാണ്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അവൻ അങ്ങനെ ഞാനും ബ്രോക്കറും കൂടി ഒരു ദിവസം പെണ്ണിനെ ഒന്ന് കാണാനെന്നും പറഞ്ഞു പോയി. പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പെണ്ണിനെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഒരു കിടിലൻ പീസ് തന്നെ എന്ന് പറയാം. അവളുടെ പേര് റോസി. ഹോ, ഇതാണോ എന്റെ മരുമോളായിട്ട് വരാൻ പോകുന്നത്? എന്റെ റോയ് മോനെ, നീ ഇതിനെ താങ്ങുമോടാ മോനെ? ഞാൻ മനസ്സിൽ ഓർത്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ പെണ്ണിനെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാം. അതുമാത്രമല്ല, പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്തിന് എന്തോ ഒരു ആകർഷണീയത ഉള്ളതുപോലെ എനിക്ക് തോന്നി. എനിക്ക് വയസ്സ് 10-70 ഉണ്ടെങ്കിലും മനസ്സിപ്പോഴും ഒരു 35-40 വയസ്സുകാരന്റെയാ. നല്ല ചുമന്നു തൊടുത്ത ആ പെങ്കൊച്ചിനെ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. എന്റെ പെമ്പറോന്നത്തിക്കാണെങ്കിൽ ഒന്നിനും വയ്യാതെ എപ്പോഴും ക്ഷീണവും മറ്റുമായിരുന്നു. കെട്ടിയ കാലം മുതൽ അവൾ അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യും കാലും പിടിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നും നടക്കാതെയായി. അങ്ങനെ മോന്റെ കല്യാണം ആഡംബരപൂർവ്വം തന്നെ നടത്തി. അമേരിക്കയിൽ നിന്ന് മോളും മരുമോനും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ മരുമകൾ റോസി വീട്ടിൽ വന്നത് മുതൽ വീടിനൊരു പ്രത്യേക ഐശ്വര്യം തന്നെ. റോസിയെ ഒന്ന് കയ്യിലെടുക്കാൻ ചില അടവുകളൊക്കെ പയറ്റേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രിയരെ, എന്നും പറയാറുള്ളത് പോലെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കഥ തുടരാം. അതിനായി ഞാൻ വട്ടംകൂട്ടലുകൾ ആരംഭിച്ചു. അതിന്റെ മുന്നോടിയായി അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലിനേക്കാൾ ലേറ്റസ്റ്റ് മോഡൽ ഒരു ഐഫോൺ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു. അവൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്റെ വക ആദ്യത്തെ സമ്മാനം. അവളുടെ ആ സന്തോഷം കണ്ട് ഞാനും ഒരുപാട് സന്തോഷിച്ചു. അവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഓടി വന്ന് അപ്പച്ചനോട് പറയാൻ അവൾ തിടുക്കം കാണിച്ചു. ഞാൻ അത് കേട്ട് എല്ലാം അറിഞ്ഞു ചെയ്യും. പുരയിടത്തിൽ ഞാൻ എന്തെങ്കിലും കൃഷിപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ വെള്ളവും മറ്റും കൊണ്ട് തരാനായി അവളും വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പുരയിടത്തിലേക്ക് പോകാൻ താമസിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പുരയിടത്തിൽ മകൻ റോയ് വാഴയ്ക്ക് തടമെടുത്ത് വളമിട്ടുകൊണ്ട് നിൽക്കുന്നു. മരുമകൾ റോസി അവിടെ കുത്തിയിരുന്ന് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ, മോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനത് പറഞ്ഞപ്പോൾ അവൾ തലപൊക്കി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ, ഇച്ചായം പറഞ്ഞത് കേട്ടോ? എന്തുവാ മോളെ? ഞാൻ ചോദിച്ചു. അതെ, ഈ പുരയിടത്തിൽ എവിടെയോ നിധിയിരിപ്പുണ്ടെന്ന്. ഞാനത് കേട്ട് ചിരിച്ചു. പെട്ടെന്നാണ് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത്രയ്ക്കും സുന്ദരമായ ഒരു തോട് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ ആ തോട്ടിലേക്ക് നോക്കി നിന്നുപോയി. എന്തോന്ന് നിധി മോളെ? നീയല്ലേ അപ്പച്ചന്റെ നിധി? ഞാൻ മനസ്സിലോർത്തു. ഞാൻ നിശബ്ദനായി നിൽക്കുന്നത് കണ്ടപ്പോൾ മരുമകൾ വീണ്ടും തല ഉയർത്തി എന്നെ നോക്കിയതും ഞാൻ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോൾ അവളുടെ ആ മുഖഭാവം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ നോട്ടം റോസിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനൊരു ചമ്മലോടെ ചിന്തിച്ചു. പിന്നെ ഞാൻ മരുമോളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ഞാൻ തൂമ്പയും എടുത്ത് അടുത്ത് കണ്ട വാഴയുടെ ചുവട്ടിലെ മണ്ണ് മാറ്റാൻ തുടങ്ങി. വിയർത്ത് നിന്ന് എന്റെ പണി കണ്ട മരുമകൾ മകനോട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പോൾ അവളുടെ മുഖഭാവത്തിന് എന്തോ ഒരു ഭാവവ്യത്യാസം വന്നത് വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു. ഇതിനു മുൻപൊന്നും മരുമോളെ ഈ മുഖഭാവത്തിൽ കണ്ടിരുന്നതേയില്ല. വിയർപ്പിൽ കുളിച്ചു നിന്ന എന്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടാകണം. എത്രയും പെട്ടെന്ന് എന്റെ ആഗ്രഹം സാധിച്ചു തരണേ ഈശോയെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഏത്തവാഴക്കുലകൾ മിക്കതും വിളഞ്ഞു നിൽക്കുന്നു.
ഞാൻ റോയിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ അതിൽ നിന്ന് കുറച്ച് കുലകൾ വെട്ടി ചന്തയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പുരയിടത്തിൽ കുലകൾ വെട്ടിയ വാഴകൾ ഓരോന്നായി വെട്ടി ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി. റോസി. ഇതാ ചായ. അവൾ ഒരു ഗ്ലാസ്സിൽ ചായയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവളുടെ ആ വേഷവും നൃത്തയും കണ്ട് ഞാൻ അടിമുടി ഒന്ന് നോക്കി. ഒരു ടൈറ്റ് ലെഗിൻസ് ആയിരുന്നു അവളുടെ വേഷം. ആ, മോള് വന്നോ? അതും പറഞ്ഞ് ഞാൻ കൈ നീട്ടി ചായ ഗ്ലാസ് മേടിച്ചു. മരുമോളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചപ്പോൾ ഒരു പ്രത്യേക ഉന്മേഷം തോന്നി എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിരുന്നു. അക്കൂട്ടത്തിൽ എന്റെ ജോലിയും തുടർന്നു. അവളാണെങ്കിൽ കാര്യം പറഞ്ഞ് ഒരു ഉണക്കവാഴയില എടുത്ത് അത് നിലത്ത് വിരിച്ചിരുന്നു. പതിവ് പോലെ വിയർത്തു കുളിച്ചു നിൽക്കുന്ന എന്റെ ശരീരത്തിലേക്ക് അവൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പച്ചന്റെ കയ്യിലൊക്കെ നല്ല മസിലാണല്ലോ. അവളുടെ ആ പറച്ചിൽ കേട്ട് എനിക്ക് ആകെ എന്തോ പോലെ തോന്നി. അപ്പച്ചന്റെ കയ്യിലെ മസിൽസും ബോഡി മസിൽസും മോൾക്ക് ഇഷ്ടമായോ? എന്നും ഇങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ടാ ശരീരത്ത് ഇത്രയും മസില്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്റെ നെഞ്ചത്തോട്ട് നോക്കി നിന്ന മരുമകളുടെ മുഖം നാണത്താൽ തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എങ്ങനുണ്ടടി മോളെ, നിന്റെ ഇച്ചായന് മസിലൊന്നും ഇല്ലേ? അവളുടെ മനസ്സറിയാനായി ഞാൻ ഒരു ചോദ്യം എറിഞ്ഞു. ഓ, ഒന്നും പറയണ്ട അപ്പച്ച. ഇച്ചായന് ഇനി എത്ര വലിയ മസിലുണ്ടായിട്ടും ഒരു കാര്യവുമില്ല, റോസി പറഞ്ഞു. എന്തായാലും അപ്പച്ചന്റെ അത്രയും മസില് ഇച്ചായനില്ല കേട്ടോ. ഒരു കള്ളച്ചിരിയോടുകൂടി മരുമോൾ അത് പറഞ്ഞപ്പോൾ ഞാനും ഒരു ചിരി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. മരുമോളുടെ ആ സംസാരത്തിൽ നിന്ന് ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഓരോ സംസാരത്തിലും എന്നോടുള്ള ഒരു ആവേശം പ്രതിഫലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ചന്തയിൽ കുലയും കൊണ്ടുപോയ മകൻ റോയി അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംസാരം പെട്ടെന്നങ്ങ് നിർത്തി. അങ്ങനെ അന്നു മുതൽ പല ദിവസങ്ങളിലും പറമ്പിൽ ഞാൻ പണി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മരുമകൾ വന്ന് എന്റെ അടുത്ത് നിന്ന് പലതും സംസാരിച്ചു. അവളുടെ പല വാക്കുകളും മുനവെച്ചുള്ള ഓരോ സംസാരങ്ങളായിരുന്നു. അവൾ അതിലൊരു ആവേശം കണ്ടെത്തി. ഈ സമയം മകൻ റോയി കുറച്ചു ദൂരെ മാറി എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. ആ തക്കത്തിനാണ് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പെണ്ണിന് ഇളകി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മോനെ കൊണ്ട് അവൾക്ക് ശരിയാകുന്നില്ല. പക്ഷേ അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പാവൻ ജോലിയിൽ മുഴുകി നിൽക്കുകയാണ്. അവനൊരു പാവമായതുകൊണ്ട് എനിക്കും മരുമോൾക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെയിരിക്കെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ബാക്കി വിളഞ്ഞു നിന്ന ഏത്തക്കുലകൾ ഞാനും മകനും കൂടി എല്ലാം വെട്ടി വെയിലത്ത് നിരത്തി വെച്ചു. ഒരു 2 മണിക്കൂർ വെയിൽ കൊണ്ടതിനു ശേഷം ഞാൻ റോയിയോട് പറഞ്ഞു, കുല തോനെയുണ്ട് മോനെ, അപ്പച്ചനും കൂടി ചന്തയിലേക്ക് വരാമായിരുന്നു. എന്റെ പുറത്തിനൊരു വേദന, അതുകൊണ്ട് നീ 2 വെട്ടമായിട്ട് കൊണ്ടുപോ. എന്നാൽ ശരിയപ്പച്ച, അപ്പച്ചൻ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അവൻ ഒരു പെട്ടിവണ്ടി വിളിച്ച് കുലയുമായി ചന്തയിലേക്ക് പോയി. അവൻ പൊയ്ക്കഴിഞ്ഞും ഞാൻ പുരയിടത്തിൽ തന്നെ നിന്നു. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മരുമകൾ ചായയുമായി അങ്ങോട്ടേക്ക് വന്നത്. അവൾ ചിരിച്ചുകൊണ്ട് ചായ എന്റെ നേരെ നീട്ടി. ഞാനും പുഞ്ചിരിച്ചുകൊണ്ട് ആ ചായ കയ്യിൽ വാങ്ങി. എന്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. ചായ ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ മരുമകളെ ഒന്ന് ശ്രദ്ധിച്ചു. തേനൂറുന്ന ചുണ്ട് കടിച്ചുകൊണ്ട് അവൾ എന്നെ ഒന്ന് നോക്കി. മുഖം അസ്തമന സൂര്യൻ കണക്കെ ചുവന്നിരുന്നു. റോയി വരാൻ താമസിക്കും, മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇറങ്ങി താഴേക്ക് വാ, അപ്പച്ചനെ ഒന്ന് സഹായിക്ക്, ഞാൻ പറഞ്ഞു. പറഞ്ഞു തീർന്നതും പെണ്ണ് ചാടി ഇറങ്ങി എന്റെ അടുത്തേക്ക് വന്നു. മോൾ അപ്പച്ചനെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് ഈ വാഴ മൊത്തം വെട്ടിമാറ്റാം, എന്തു പറയുന്നു? അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്റെ ബോഡിയിലേക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. അത് കേൾക്കേണ്ട താമസം പിന്നെ ആ വാഴത്തോട്ടത്തിൽ ഒരംഗം വെട്ട് തന്നെയായിരുന്നു.